ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. രാഷ്ട്രം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ സായുധ സേനയുടെ ധീരതയുടെ തെളിവാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ശത്രുക്കളിൽ നിന്നുള്ള ഏതൊരു പ്രകോപനത്തെയും നേരിടുന്നതിന് ശക്തമായ ഒരു ആയുധ സംവിധാനം സൃഷ്ടിക്കുന്നത് ലക്ഷ്യമിട്ട് മിഷൻ സുദർശൻ ചക്ര ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ യുവജനങ്ങൾക്കായി ഏകദേശം 1 ലക്ഷം കോടി രൂപ വകയിരുത്തുന്ന പിഎം വികസിത് ഭാരത് റോസ്ഗർ യോജന നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ പദ്ധതി പ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ആദ്യമായി ജോലിക്ക് പ്രവേശിക്കുന്ന യുവജനങ്ങൾക്ക് ഒരു മാസത്തെ ഇപിഎഫ് വേതന ഇൻസെന്റീവായി 15,000 രൂപ വരെ സർക്കാർ നൽകും. നിത്യോപയോഗ വസ്തുക്കളുടെ നികുതി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ദീപാവലിയോടെ പുതുതലമുറ ജിഎസ്ടി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. നിർണായക സാങ്കേതിക മേഖലകളിൽ രാജ്യത്തിന്റെ വളരുന്ന ശക്തി പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ ഈ വർഷം അവസാനത്തോടെ ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ പുറത്തിറക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ നടന്നു. രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ത്രിവർണ്ണ പതാക ഉയർത്തി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. വൈജ്ഞാനിക സമൂഹമായി കേരളത്തെ മാറ്റാനുള്ള ദൌത്യം വരും തലമുറകളുടെ ഭാവി ഭദ്രമാക്കുന്നതിനാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാജ്ഭവനിൽ വിരുന്നൊരുക്കി. പോലീസ് മേധാവി, കര, നാവിക, വ്യോമസേന ഉന്നത ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ, സാമൂഹ്യ, സാമുദായിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സന്നിഹിതരായി. വിവിധ സംഘടനകൾക്ക് കീഴിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളും വിരുന്നിൽ പങ്കെടുത്തു. 79ാം സ്വാതന്ത്ര്യദിനം മാഹിയിൽ സമുചിതമായി ആഘോഷിച്ചു. മാഹി കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ പുതുച്ചേരി മന്ത്രി എ ജോൺകുമാർ പതാക ഉയർത്തി. വിവിധ പോലീസ് സേനാംഗങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും മാർച്ച് പാസ്റ്റിൽ അണിനിരന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കാൻ ഭരണഘടനയിലെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി ഒ.ആർ. കേളു കൽപ്പറ്റ എസ്കെഎംജെ സ്കൂൾ ഗ്രൌണ്ടിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് ദുരന്ത മേഖലയിലെ അതിജീവിതർക്കായി കൽപ്പറ്റയിൽ നിർമ്മിക്കുന്ന ടൌൺഷിപ്പ് ഡിസംബറോടെ പൂർത്തീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സർക്കാരിന്റെ ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണെന്നും നവംബർ 1 രാജ്യത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി കെ രാജൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അതിദരിദ്രരായ 33 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. ശബരിമല കീഴ്ശാന്തി നറുക്കെടുപ്പ്, പമ്പ ഗണപതി ക്ഷേത്രം മേൽശാന്തി നറുക്കെടുപ്പ് എന്നിവ മറ്റന്നാൾ നടക്കും. ചിങ്ങം 1 രാവിലെ 5 നട തുറക്കുക. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കനത്ത മഴയുടെ സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരള തീരത്ത് മറ്റന്നാൾ വരെയും ലക്ഷദ്വീപ് തീരത്ത് ഈ മാസം 18 വരെയും കർണാടക തീരത്ത് 19 വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാഗാലാന്റ് ഗവർണർ ലാ ഗണേശൻ അന്തരിച്ചു. ഇന്ന് വൈകുന്നേരം ചെന്നൈയിലായിരുന്നു അന്ത്യം. 80 വയസ്സായിരുന്നു. മണിപ്പൂർ ഗവർണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ വൈകുന്നേരം ചെന്നൈയിൽ നടക്കും. ലാ ഗണേശന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. അടിയന്തര സേവനങ്ങൾക്കുള്ള നമ്പറായ 112ന്റെ പരിഷ്കരിച്ച സേവനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചു. പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിങ്ങനെയുള്ള അടിയന്തര സേവനങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറാണ് 112. മലയാള സിനിമയിലെ താരസംഘടന AMMAയുടെ അധ്യക്ഷയായി നടി ശ്വേത മേനോനെ തിരഞ്ഞെടുത്തു. കുക്കു പരമേശ്വരനാണ് പുതിയ ജനറൽ സെക്രട്ടറി. ലക്ഷ്മിപ്രിയയും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റുമാരായും ഉണ്ണി ശിവപാൽ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. 31 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് സംഘടനയുടെ അമരത്ത് വനിതകളെത്തുന്നത്. സംസ്ഥാന സിനിമാ നയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ മാസം 25 വരെ സമർപ്പിക്കാൻ അവസരം. KSFDCയിലേക്ക് കത്തോ ഇമെയിലോ വഴിയാണ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത്. സിനിമാ നയ രൂപീകരണ പ്രക്രിയയുടെ ഭാഗമായി സംഘടിപ്പിച്ച കോൺക്ലേവിന്റെ ചർച്ചാരേഖ KSFDCയുടെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അലാസ്കയിലെ ആങ്കറേജിലുള്ള US സംയുക്ത സൈനിക താവളത്തിലാണ് യോഗം. കൂടിക്കാഴ്ചയിൽ റഷ്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.